ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതിനെ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഒത്തിരി പെറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കൂടെ കുറച്ച് ക്യാറ്റ്സും ഉണ്ട്, പേർഷ്യൻ ക്യാറ്റ്സും ഉണ്ട്, അല്ലാതെ നമ്മുടെ നാടൻ പൂച്ചക്കുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ അവരെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ലൂസി പെണ്ണ്. ഇവൾക്കിപ്പോൾ 1-2 വയസ്സ് കഴിഞ്ഞു. ഇവളെന്തുവാ മറ്റേ ഡോൾ ഫേസ് എനിക്കപ്പെട്ട സാധനമാണ്. നമ്മളെ പെറ്റാണ്, പാവം കുട്ടിയാണ്. ഇവളുടെ പേര് ലൂസി. ഇവർക്ക് കുറച്ച് കിറ്റൻസൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ നമ്മൾ കൊടുത്ത് എല്ലാവരുടെ മാനേജ് ചെയ്യാൻ പാടായുണ്ട്, അതിനെ നമ്മൾ കൊടുത്ത്. പിന്നെ ഒരു കറമ്പിപ്പെണ്ണുണ്ട്, അവൾ നമ്മളെ ഡോളാണ്. ഇതാണ് മാഗി, സെമി പഞ്ചാണ്. ഇവക്ക് ബേബിയൊന്നും ആയിട്ടില്ല, ഇവളെ ഞങ്ങളിങ്ങനെ കൊഞ്ചിച്ച് വളർത്തുകയാണ്. പിന്നെ ഇവളുടെ ബോയ് ഫ്രണ്ടാണ് ഇത്. ഇവിടുത്തെ അമ്മയുടെ ഫേവറേറ്റാണ് മാസുപ്പൻ. ഇവിടുത്തെ ഒരു ആന്തരിയാണ്. ഇഷ്ടപ്പെട്ടവനെ, ഇപ്പം പാവാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ഇവരെ നമ്മൾ വെളിവിടാറില്ല. ഇവരെ നമ്മൾ നിലത്തിട്ട് അടച്ചിട്ടേക്കുവാണ്. പുറത്തോട്ട് വിട്ടാലും പ്രശ്നക്കാരനാണ്, കടി കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ നമ്മൾ അടച്ചിട്ടേക്കുവാണ്. ഇവർ 3 പേരും കൂടുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അവർ ഹാപ്പിയാണ്. ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കൊടുത്താൽ മതി. ഇഷ്ടപ്പെട്ടവരെ, ഇതെൻ്റെ മാസു, എൻ്റെ മാഗി, മറ്റേതെൻ്റെ ലൂസി. ഇവരാണ് എൻ്റെ പേർഷ്യൻ ക്യാറ്റ്സ്, എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ്. ഇവരുടെ കൂടെയൊക്കെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് എന്താണെന്നില്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്, അല്ലേന്നേ? ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ആർക്കും ഒന്നിനും സമയമില്ല, ബിസി ലൈഫാണ്. സ്വന്തം വീട്ടുകാരുടെ കൂടെ പോലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആർക്കും സമയമില്ല. ഇങ്ങനെയുള്ള ബിസി ലൈഫിൽ നമുക്ക് ടെൻഷനും നമ്മളൊന്ന് റിലാക്സ് ആകാനും പറ്റിയ ഏറ്റവും നല്ല സൊല്യൂഷനാണ് വീട്ടിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പെറ്റ്സിനെ വാങ്ങിച്ച് വളർത്തുക എന്നുള്ളത്. 100% നിങ്ങൾക്ക് നിങ്ങളെ വളർത്തിയാൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇവരെയൊക്കെ സ്നേഹിക്കാൻ മനസ്സുള്ളവർ മാത്രമേ ഇവരെയൊക്കെ എടുത്ത് വളർത്താവൂ. അല്ലാതെ ഫാഷന് വേണ്ടി കൊണ്ടു നടക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന സംഭവം ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ ഇതുവഴി ചെറിയൊരു വരുമാനം കൂടി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ പേർഷ്യൻ ക്യാറ്റ്സിനെ വീട്ടിൽ വളർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സെയിൽ ചെയ്താൽ അത്യാവശ്യം വരുമാനവും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ നമ്മളെ മനസ്സിന് സന്തോഷം കിട്ടും, നമുക്ക് അത്യാവശ്യം വരുമാനവും കിട്ടും. അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, വരുമാനം നോക്കിയോ അല്ലെങ്കിൽ ഫാഷന് വേണ്ടിയോ ഒക്കെ ഇതിനെ വാങ്ങാൻ ഒരിക്കലും ആരും നിൽക്കരുത്. ഇതിനെയും ദൈവം സൃഷ്ടിച്ചതാണ്, ഈ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾക്ക് അവരെ സ്നേഹിക്കണം, നമ്മൾ ഒരിക്കലും അതിനെ ദ്രോഹിക്കരുത്. 100% മനുഷ്യരെക്കാളും സ്നേഹമുള്ളവരാണ് മൃഗങ്ങൾ എന്നാണ് പറയുന്നത്. അത് എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊടുത്താൽ അതിന് 100 ഇരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും ഇവരുടെ കയ്യിൽ നിന്ന്. എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു മെസ്സേജ് ചെയ്യണം. ഞാൻ അവർക്ക് അതിന് റിപ്ലൈ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ ഇവരെ വളർത്താൻ പറ്റുക, ചിലവ് ചുരുക്കി എങ്ങനെ ഇവരെ നമ്മുടെ കൂടെ നിർത്താം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ എന്തായാലും. കുറച്ച് പേരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ പെറ്റ്സിനെ വളർത്തുന്നവർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ നെയിംസൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. സീ യു ലേറ്റർ. ബൈ.